കേരള ഹോം നേഴ്സിംഗ് സർവീസിൻ്റെ പുതിയൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. നമ്മുടെ ഈ ചാനലിലെ വീഡിയോ ഫസ്റ്റ് ടൈമാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഇതിൻ്റെ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങൾ ഈ വീഡിയോ കണ്ട നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും ഇതിൻ്റെ താഴെ രേഖപ്പെടുത്തുക. ഈ വീഡിയോ ഒരിക്കലും സ്കിപ്പ് ചെയ്ത് കാണരുത്. ഈ വീഡിയോ ഫുള്ളായിട്ട് തന്നെ കാണുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. ഹോം നേഴ്സിംഗ് മേഖല എന്ന് പറഞ്ഞാൽ കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ സാലറി ലഭിക്കുന്ന ഒരു മേഖലയാണ് ഹോം നേഴ്സിംഗ് എന്ന് പറഞ്ഞാൽ. വിദ്യാഭ്യാസമോ പ്രായമോ ഒരു പ്രശ്നമല്ല എന്നുള്ളതാണ് ഈ ജോലിയുടെ ഏറ്റവും വലിയ പ്രത്യേകത. നിങ്ങൾ വീട് വിട്ട് മാറി നിൽക്കാൻ തയ്യാറുള്ള ഒരു വ്യക്തിയാണെങ്കിൽ നമുക്ക് എറണാകുളം, തൃശ്ശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ ഇത്രയും ജില്ലകളിൽ ജോലി ചെയ്യാൻ താല്പര്യമുള്ള ആളുകളാണെങ്കിൽ നിങ്ങളുടെ പേര്, സ്ഥലം നിങ്ങളൊന്ന് വാട്സപ്പ് ചെയ്യുക. ഈ സ്ക്രീനിൽ കാണുന്ന കോൺടാക്ട് നമ്പറിലേക്കാണ് നിങ്ങളുടെ പേര്, സ്ഥലം വാട്സപ്പ് ചെയ്യേണ്ടത്. നിങ്ങളുടെ എക്സ്പീരിയൻസ്, നിങ്ങൾ മുന്നേ എന്തെങ്കിലും ജോലി ചെയ്തെങ്കിൽ ആ എക്സ്പീരിയൻസ് വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മളൊരു വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് നിങ്ങളുടെ വാട്സപ്പിലേക്ക് അയച്ചു തരും. ആ ലിങ്കിൽ കയറി ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ജോലി ഒഴിവുകൾ ഈ ഗ്രൂപ്പിൽ വരുന്നതാണ്. എറണാകുളം, തൃശ്ശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ ഇത്രയും ജില്ലകളിൽ വരുന്ന വേക്കൻസിയുടെ കൂടെ ഓരോ വേക്കൻസിയുടെ കൂടെയും ഡിഫറെൻ്റ് നമ്പറുകളായിരിക്കും വരുന്നത്. ആ വേക്കൻസി വരുമ്പോൾ ആ നമ്പറിലേക്ക് മാത്രം വിളിച്ച് സംസാരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ആ ജോലിയിലേക്ക് നിങ്ങൾക്ക് പ്രവേശിക്കാവുന്നതാണ്. അപ്പോൾ കൂടുതൽ ഹോം നേഴ്സിംഗ് മേഖലയെ പറ്റി അറിയുന്നതിന് എത്രയും പെട്ടെന്ന് തന്നെ ഈ സ്ക്രീനിൽ കാണുന്ന കോൺടാക്ട് നമ്പറിലേക്ക് വിളിക്കുകയോ അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയക്കുകയോ ചെയ്യുക. ഹോം നേഴ്സിംഗ് മേഖല എന്ന് പറഞ്ഞാൽ ഏത് തരം ജോലികളാണ് ഹോം നേഴ്സിംഗ് മേഖലയിൽ വരുന്നതെന്ന് വെച്ചാൽ, മുൻപരിചയം ഇല്ല ആളുകൾക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ അറിയുന്നതാണ്. മുൻപരിചയം ഇല്ലാത്ത ആളുകൾക്കാണെങ്കിൽ പറഞ്ഞു തരാം. വീട്ടുജോലി, രോഗി പരിചരണം, പ്രസവ ശുശ്രൂഷ, കുട്ടികളെ നോക്കൽ, പ്രായമായവർക്കുള്ള കൂട്ടിരിപ്പ്, രോഗബാധിതരായി കിടക്കുന്ന ആളുകളെ നോക്കൽ, കുക്കിംഗ് ജോലികൾ, നല്ല രീതിയിൽ ഭക്ഷണം പാചകം ചെയ്യാൻ അറിയുന്ന ആളുകളെ ആവശ്യമുണ്ട്. ഹെൽപ്പർ, നിങ്ങൾക്ക് ഒരു പണി അറിയില്ലെങ്കിലും അത്യാവശ്യം എല്ലാ കാര്യത്തിലും ഹെൽപ്പ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ആഗ്രഹിക്കുന്ന ആളുകൾക്കും ജോലി നമ്മൾ ലഭിക്കുന്നുണ്ട്. മിനിമം ഹോം നേഴ്സിംഗ് മേഖലയിലെ സാലറി എന്ന് പറയുന്നത് 20,000 രൂപയാണ്. 20,000 രൂപ മുതൽ 65,000 രൂപ വരെ സാലറി ലഭിക്കുന്ന ഒരു മേഖലയാണ് ഹോം നേഴ്സിംഗ് മേഖല എന്ന് പറയുന്നത്. വീട്ടിൽ നിന്ന് മാറി നിൽക്കുക, ഒരു മാസം ജോലി ചെയ്താലാണ് ഈ ഒരു സാലറി ലഭിക്കുന്നത്. നിങ്ങൾ ഒരു മാസം ഒരു വീട് വിട്ടിട്ട് വേറെ സ്ഥലത്ത് പോയിട്ട് നിങ്ങൾ ജോലി ചെയ്യുകയാണ്. ഇത് ഹോം നേഴ്സിംഗ് മേഖല എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ വേക്കൻസി വരുന്നത് സ്ത്രീകൾക്കാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ കൂടുതൽ സ്ത്രീകൾക്കാണ് ഈ വേക്കൻസി വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും മെസ്സേജ് അയക്കാം. പുരുഷന്മാർക്ക് വേക്കൻസി ഇല്ല എന്നല്ല, കൂടുതലും ലേഡീസിനാണ് വരുന്നത്. പുരുഷന്മാർക്ക് വരുന്ന വേക്കൻസി നമ്മൾ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ ഈ ചാനൽ നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഇതിൻ്റെ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും ഈ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. ഇനി നിങ്ങൾ ജോലി അന്വേഷിച്ച് നടക്കേണ്ട ഒരു കാര്യമില്ല. ഈ വീഡിയോ കണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് നിങ്ങളുടെ പേര്, സ്ഥലം ഒന്ന് എത്രയും പെട്ടെന്ന് വാട്സപ്പ് ചെയ്തോളൂ കേട്ടോ. ഇനി നമുക്കറിയാം, നമ്മുടെ നാടുകളിൽ പല സ്ഥാപനങ്ങളിലും പല കമ്പനികളും പോയ തുച്ഛമായ ശമ്പളം ലഭിക്കുന്ന മേഖലയാണ്. അപ്പോൾ നിങ്ങളൊന്ന് വീട് വിട്ട് പോവുകയാണെങ്കിൽ, വീട് വിട്ടൊന്ന് മാറി നിന്നിട്ട് ഒരു ജോലി ചെയ്യുകയാണെങ്കിൽ ഇത്ര സാലറി തന്നെ ലഭിക്കുന്നതാണ്. മുൻപരിചയം ഇല്ല ആളുകൾക്കും ഇല്ലാത്ത ആളുകൾക്കും ഒരേപോലെ ചെയ്യാൻ പറ്റുന്ന ഒരു ജോലിയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഫസ്റ്റ് ടൈമാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഈ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ബട്ടൺ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക. ഓക്കെ, താങ്ക് യു.